ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നാം എല്ലാവരും ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അത് ഏത് ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും, ഏത് ജീവിതാന്തസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും ഒരു ആത്മീയ യുദ്ധഭൂമിയിലാണ്. ഇത് പറയാനുള്ള കാരണം, ഈ അടുത്ത കാലങ്ങളിൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരായിട്ടുള്ള 8 പേരുണ്ട്. 8 പേരും ഇവളടങ്ങുന്ന 9 പേര് LKG തൊട്ട് ഒരുമിച്ച് പഠിച്ച് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, ഈ 8 പേർക്കും അവർ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങനെ വന്ന് പഠിച്ച് ഡിഗ്രി വരെ എത്തിയവരാണ്. 8 പേർക്കും ബോയ് ഫ്രണ്ടുണ്ട്. അത് നല്ല രീതിയിലല്ല ആ ബോയ് ഫ്രണ്ടും ആ കണക്ഷനും. ഇവളെ ഈ 8 പേരും കൂടി ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്ന് കൊടുത്ത് അവർ നടക്കുന്ന പോലെ നടക്കാൻ പ്രേരിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൾ പറയുകയാണ്, ഇതുവരെ ഞാൻ അവരുടെ നിർബന്ധത്തിനോ പ്രലോഭനത്തിനോ വഴങ്ങാതെ ധൈര്യത്തോടെ ഞാൻ പിടിച്ചു നിന്നു, ഇനിയും നിൽക്കും എന്നവൾ പറയുകയാണ്. അവൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞ യേശുവിൻ്റെ സ്നേഹവും വിശ്വാസവും കുടുംബത്തിൽ ലഭിച്ച പ്രാർത്ഥനാനുഭവവും എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് നൽകുന്ന സ്നേഹവുമെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ നൽകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എനിക്ക് ഇന്ന് കഴിയുന്നുണ്ട് എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ, ഈ പെൺകുട്ടി വളരെ ധീരോദാത്തമായ രീതിയിൽ ഈ പ്രശ്നത്തെ അതിജീവിച്ചു. അതിനുള്ള കാരണം അവളുടെ ആത്മീയ ജീവിതവും അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടും മാതാപിതാക്കന്മാരുടെ സ്നേഹവും കൂട്ടായ്മയെല്ലാം അവളുടെ ഈ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തിയതുകൊണ്ട് അവൾ ഈ പ്രലോഭനത്തിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇന്ന് അതുകൊണ്ടാണ് നാം ഒരു യുദ്ധഭൂമിയിലാണെന്ന് പറയുന്നത്. അത് ഏത് പ്രായഭേദമന്യേ ഉള്ളവരും ഒരു യുദ്ധഭൂമിയിലാണ്. വേറൊരു പയ്യൻ എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്. അവൻ എൻജിനീയറിംഗ് പഠിക്കാം ബാംഗ്ലൂർ. അവൻ പറഞ്ഞു, അവൻ്റെ കൂടെയുള്ള സകല കൂട്ടുകാരും കുട്ടികളും ബാച്ചിലുള്ളവരും ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലും മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലുമാണ്. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എന്നും ഇങ്ങനെ ഈ ലഹരി വസ്തുക്കൾ അടിക്കും, അതുപോലെ മദ്യം കുടിക്കും. ഇതെല്ലാം വരുമ്പോഴും ഇവൻ ആ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിന്ന്, ആ ഹോസ്റ്റലേഴ്സിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് നിന്ന് ഇവൻ പിടിച്ചു നിൽക്കുകയാണ്, ലഹരി വസ്തുക്കളൊന്നും അടിക്കാതെ മദ്യം ഒഴിക്കാതെ. അപ്പോൾ അവസാനം ഒരു ദിവസം ഇവൻ പറയുകയാണ്, ഇവന്മാരെല്ലാം കൂടി ബലമായി ഇവനെ പിടിച്ചു നിർത്തി ഇവൻ്റെ വാ തുറന്ന് ഇവൻ്റെ വായിലൊഴിച്ചെന്ന് പറഞ്ഞു. ബലമായിട്ട് അവൻ്റെ വായിലൊഴിച്ചു കൊടുക്കുകയാണ്, ഇറക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇവൻ പറഞ്ഞു, അവർ അങ്ങനെ വായിലൊഴിച്ചെങ്കിലും ഇവൻ തുപ്പിക്കളഞ്ഞു, അവിടുന്ന് കുതറി ഓടി രക്ഷപ്പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളൊരു യുദ്ധഭൂമിയിലാണ്. ആത്മീയത പരിശീലിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയും തിന്മയും തമ്മിൽ ഒരു യുദ്ധമുണ്ട്. സാത്താൻ നമ്മെ പ്രലോഭിപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയും ചില കാര്യങ്ങൾ. സാത്താൻ്റെ വഴി പോകണോ ആത്മാവിൻ്റെ വഴി പോകണമോ എന്നുള്ള ഒരു പ്രത്യേകമായ ജ്ഞാനം നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഇതിൽ അതിജീവിക്കാൻ പറ്റൂ. അപ്പോൾ ആത്മീയമായ ഒരു ജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിക്ക് ഈ ആത്മീയ യുദ്ധഭൂമിയിൽ വിജയിക്കാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹം മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ബ്രദർ ലിയോയാണ്. ലിയോ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടിയൊക്കെ ശുശ്രൂഷിക്കുന്ന ആ സമയത്ത് ദൈവിക ദർശനങ്ങൾ കാണും, അതുപോലെ തന്നെ ദൈവാനുഭവങ്ങളെല്ലാം ലഭിക്കും. അങ്ങനെ ഈ ലിയോ ബ്രദറിന് ഒരു ദിവസം ഒരു ആത്മീയ ദർശനം കിട്ടുകയാണ്. ആ ദർശനത്തിൽ അദ്ദേഹത്തെ ഒരു പുഴയുടെ അരിക്കൽ കൊണ്ടുപോയി ഇരുത്തുന്നതായിട്ട് അദ്ദേഹം കാണുകയും പുഴക്കരയിൽ ഇരിക്കുന്നു, ചുറ്റുപാടെല്ലാം നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൂടി. അങ്ങനെ ശക്തിയായ ഒഴുക്ക് ഉള്ള ആ സമയത്ത് ഇദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് അസീസിയുടെ
സഭയിൽപ്പെട്ട സഹോദരന്മാരും അതുപോലെ തന്നെ വേറുള്ളവരും തലയിൽ വലിയ ചുമടുമായി വന്ന് ഈ പുഴ നീന്തി കടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ പുഴക്കരയിൽ വന്നിരിക്കുന്ന ഒരു ദർശനം കാണുകയാണ്. പിന്നീട് അദ്ദേഹം കാണുകയാണ് ഈ വലിയ ചുമടുമായിട്ട് വന്ന ഈ സഹോദരർ ഈ പുഴയിലേക്ക് നീന്താൻ ഇറങ്ങുന്നു. ശക്തമായി ഒഴുക്ക് കൂടി ഈ തലയിലുള്ള ആ കെട്ടിൻ്റെ ഭാരം കൊണ്ട് ചില ആൾക്കാർ താന്നു പോകുന്നു, ചിലർ പകുതി വരെ എത്തുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഈ പുഴ നീന്തി കടക്കുകയാണ്. ബാക്കിയുള്ളവർ ദയനീയമായ രീതിയിൽ ഈ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് അതിൻ്റെ ദയനീയമായ മരണം സംഭവിക്കുകയാണ്. വീണ്ടും അദ്ദേഹം അങ്ങനെ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് ഏതാനും ഫ്രാൻസിസ്കൻ സഹോദരന്മാർ ഈ പുഴയ്ക്കരികിൽ വരുന്നു. ശക്തമായി ഒഴുക്കുള്ള പുഴ. അപ്പോൾ ഈ പുഴയോരത്ത് ഇവർ വന്ന് ഇവരെ ശ്രദ്ധിച്ചപ്പോൾ ഫ്രാൻസിസിൻ്റെ തുണ സഹോദരനായി ലിയോ കാണുന്നത് ഇവരുടെ തലയിൽ ചുമടൊന്നുമില്ല. അവരുടെ മുഖം വളരെ പ്രസന്നമായിട്ടിരിക്കുന്നു. സന്തോഷവാന്മാരാണ്, പ്രസന്നവദനരായിട്ടുള്ളവർ. ഇവർ ഈ ശക്തമായ ഒഴുക്കുള്ള പുഴയുടെ തീരത്തിരുന്ന് അവർ പുഴയിലേക്ക് ചാടുന്നു. അങ്ങനെ നീന്തി അക്കരെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ദർശനത്തെക്കുറിച്ചെല്ലാം കണ്ട് അദ്ദേഹം വളരെയധികം സങ്കടത്തോടെ ഇരിക്കുകയാണ്. തൻ്റെ സമൂഹത്തിൽപ്പെട്ട തൻ്റെ കോൺഗ്രിഗേഷൻപ്പെട്ടവർ വളരെയധികം ആൾക്കാർ ഈ വെള്ളത്തിൽ മുങ്ങി താഴുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വലിയ ഒരു വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ ഫ്രാൻസിസ് അസീസിക്ക് കാര്യം മനസ്സിലായി. ലിയോ ഒരു ദർശനം കണ്ടു, അതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഫ്രാൻസിസ് ലിയോയോട് ചോദിക്കുന്നു, നീ എന്താണ് കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, സഹോദര, നീ കണ്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറഞ്ഞു. നീ ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ സത്യമാണ്. എന്നിട്ട് പറഞ്ഞു, ശക്തമായ ഒഴുക്കും അതുപോലെ തന്നെ കയങ്ങളും ചുഴിയുമുള്ള പുഴ ഈ ലോകമാണ്. നീ കണ്ട ശക്തമായ ഒഴുക്കുള്ള പുഴയും അതുപോലെ തന്നെ കയവും ചുഴിയുമുള്ള പുഴ എന്ന് പറയുന്നത് ഈ ലോകമാണ്. എന്നിട്ട് പറഞ്ഞു, വിശുദ്ധ സുവിശേഷം അനുസരിക്കാതെ ദാരിദ്ര്യം വ്രതമായി സ്വീകരിച്ചത് അനുസരിക്കാതെ പോയവർ അവരുടെ ജീവിതത്തിൽ പുഴയിൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് ഫ്രാൻസിസ് അസീസ് പറയുന്നുണ്ട്, അനായാസം പുഴ കടന്നവർ അവരുടെ വ്രതമത്തമായ ജീവിതവും ലൗകികമായവയെല്ലാം ഉപേക്ഷിച്ച് ക്രൂശിതനായ യേശുവിൻ്റെ വഴിയിലൂടെ കടന്ന് ജീവിച്ചവർ, അല്ലെങ്കിൽ ആ യേശുവിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തവർ അനായാസം പുഴ കടന്നു. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതാണ്: ഈ ലോക ജീവിതം ഒരു ആത്മീയ യുദ്ധക്കളമാണ്. അതിവിടെ ഇരിക്കുന്ന 5ാം ക്ലാസ്സുകാരൻ കുട്ടിയും ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഞാൻ, എന്നെക്കാളും പ്രായമുള്ളൊരു കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ തൊട്ട് ബാക്കിൽ ഇരിക്കുന്നത് വരെ ഏറ്റവും പ്രായമുള്ളവർ വരെ ഒരു യുദ്ധക്കളത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആത്മീയമായ ഒരു യുദ്ധക്കളത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഹോസിയയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം 9-ാമത്തെ തിലിഖിതം അതിനും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ അതിലെ ചരിക്കുന്നു, പാപികളാകട്ടെ അവയിൽ പതറിപ്പോകുന്നുവെന്ന് പറയുകയാണ്. കർത്താവിൻ്റെ വഴികളിൽ പാപികൾ പതറിപ്പോകും, നീതിമാന്മാർ കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അവർ ഋജുവായ വഴികളിലൂടെ സഞ്ചരിച്ച് അവർ വിജയത്തിലെത്തും. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, സ്നാപയോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. അത് നീതിമാന്മാരായിട്ടുള്ളവർ, വിശുദ്ധമായി ജീവിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരും, അല്ലാത്തവർ പരാജിതരായിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ആത്മീയമായ ഒരു യുദ്ധകളത്തിലൂടെ നമ്മൾ പോവുകയാണ്. നന്മയും തിന്മയും, എങ്ങോട്ടിറങ്ങിയാലും നന്മയുണ്ട്, തിന്മയുണ്ട്. സ്കൂളിൽ ചെന്നാലും ഉണ്ട്,
ക്ലാസ് റൂമിൽ വന്നാലും ഉണ്ട്, ഹോസ്റ്റലിലായിരിക്കുമ്പോഴും ഉണ്ട്, ബസ് യാത്രയിലുമുണ്ട്, ആശുപത്രിയിലുമുണ്ട്, ട്രെയിൻ യാത്രയിലുമുണ്ട്. സകല ഇടങ്ങളിലും നന്മയുണ്ട്, തിന്മയുണ്ട്. പോസിറ്റീവായ കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രാ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ആത്മീയമായ ഉൾക്കരുത്തും ആത്മീയമായ ബലവുമില്ലാത്തവർ ജീവിതത്തിൽ പരാജയപ്പെടും. സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് അവർ അകന്നു പോകുന്നവരായി മാറും. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് 1-ാം ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 12ഉം 13ഉം തിരുലിഖിതങ്ങളിൽ വചനമിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നിട്ട് വചനം പറയുകയാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും നിങ്ങൾക്ക് അവിടുന്ന് നൽകും. അപ്പോൾ ദൈവത്തിന് വചനം പറയാം, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, അത് ഉണ്ടാകും. അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് ദൈവത്തിന് വചനം പറയുക. അപ്പം അതുകൊണ്ട് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ആത്മീയ ജീവിത മേഖലകളിൽ വിജയിച്ച വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ അവരെടുത്ത ഒരു ത്യാഗവും അവരെടുത്ത പ്രയത്നവുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആത്മീയത നിലനിർത്താൻ വേണ്ടി, ദൈവത്തോടുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ വലിയ വില കൊടുത്ത അനേകം വിശുദ്ധർ നമുക്ക് മാതൃകയായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചാൽ ആത്മീയ യുദ്ധഗണത്തിൽ വിജയം വരിച്ച 1-2 പേരെയെങ്കിലും നമ്മൾ പരിചയപ്പെടും, നല്ലതാണ്. ലിസിയിലെ വിശുദ്ധ തെരേസയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശ്വാസ തലത്തിൽ വലിയ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ് ലിസിയിലെ വിശുദ്ധ തെരേസ. വിശ്വാസ പരീക്ഷണങ്ങൾ എന്ന് അവൾക്ക് നേരിട്ട പ്രലോഭനങ്ങളെ വിളിക്കുന്നുണ്ട്. വിശ്വാസ പരീക്ഷണങ്ങൾ. ദൈവം എൻ്റെ ആത്മാവിനെ ഘോരമായ ഒരു അന്ധകാരത്തിലൂടെ വഴി നടത്താൻ അനുവദിച്ചു എന്ന് അവൾ എഴുതി വച്ചിട്ടുണ്ട്. അവൾ എഴുത്തുകളിൽ എഴുതി വയ്ക്കുക, ദൈവം ഘോരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു അന്ധകാരത്തിലൂടെ എന്നെ വഴി നടത്തിയെന്ന് ഈ വിശുദ്ധ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ പറയുന്നുണ്ട്, നിരീശ്വരവാദികളും അസക്തിവാദികളും അതുപോലെ യുക്തിവാദികളുമായിട്ടുള്ളവർ അവർ ചിന്തിക്കുന്ന തരത്തിൽ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ ഞാൻ ഇടയായി എന്ന് പറയുകയാണ്. നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് പറയുന്നത് പോലെ ചിന്തിച്ചു എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ, പ്രതിസന്ധിയിലൂടെ എല്ലാം കടത്തിവിട്ടപ്പോൾ ഇവൾ അതിനെ അതിജീവിച്ചതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവളെ ശക്തിപ്പെടുത്തിയത് വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലി എന്നുള്ളതാണ്. വിശ്വാസ പ്രമാണം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിച്ചു എന്ന് ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. മദർ തെരേസയുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. മദർ തെരേസയുടെ ജീവിതത്തിൽ അവൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഒരു വിശുദ്ധയാവുകയില്ല, ഞാൻ ഉറപ്പായും അന്ധകാരത്തിൽ പോകും, അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നെല്ലാം ഈ വിശുദ്ധ ഇടയ്ക്കിടയ്ക്ക് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അവളുടെ ആത്മാവിന് അനാകർഷകമാണ്, സ്വർഗം ശൂന്യമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ സംശയിക്കാനും ആത്മീയ വഴികളിൽ നിന്നെല്ലാം മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടായി. എന്നിട്ട് പറയുക, ദൈവമില്ല അതുകൊണ്ട് ആത്മാവില്ല അതുകൊണ്ട് നീയുമില്ല എന്ന് ഈശോയോടെല്ലാം പറയുന്ന സാഹചര്യങ്ങൾ. അന്ധകാരത്തിൽ കഴിയുന്ന ആത്മീയമായ ഒരു അന്ധകാരമെല്ലാം മനസ്സിൽ കടന്നു വന്ന ഏതാനും നാളുകളുണ്ട്. അങ്ങനെയുള്ള നാളുകൾ വന്നപ്പോൾ ഈ മദർ തെരേസ തൻ്റെ ജീവിതത്തെ ആത്മീയമായി നിലനിർത്താനുണ്ടായ കാരണം കുരിശിലേക്ക് നോക്കി എന്നാണ് പറയുന്നത്. കുരിശിലേക്ക് നോക്കി എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞ് കുരിശിൽ ജീവൻ അർപ്പിച്ച യേശുവിലേക്ക് നോക്കിയപ്പോൾ
ഈ ആത്മീയമായ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞ് ഈശോ കുരിശിൽ മരിച്ച യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ ഒരു ദാഹം അവളുടെ ജീവിതത്തിൽ വീണ്ടും കത്തിജ്വലിച്ചു എന്ന് മദർ തെരേസ പറയുന്നുണ്ട്. അപ്പോൾ ഒരു റിഡീമറായിട്ട് മാറുക എന്നുള്ളത്, അപ്പോൾ ഈശോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ മദർ തെരേസ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. അതിന് ശക്തി കുരിശിൽ നിന്ന് കിട്ടിയെന്ന് പറയുകയാണ്. അപ്പോൾ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള വലിയ ഒരു ശക്തി കുരിശിൽ നിന്ന് കിട്ടി എന്ന് പറയുകയാണ്. അതുപോലെ മറ്റൊരു വിശുദ്ധയുണ്ട്, വിശുദ്ധ ജന്മ ഗൽഗാനി എന്ന് പറയുന്ന വിശുദ്ധ. ഈ വിശുദ്ധയുടെ ജീവിതത്തിലും പിശാചു എന്ന് പറയുന്നുണ്ട്, ഈശോ നിന്നെ കേൾക്കുന്നില്ല, അതുപോലെ തന്നെ നിന്നെക്കുറിച്ച് ഈശോ കൂടുതൽ അറിയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയുടെ പുറകെ നടന്ന് നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ ഈ പ്രലോഭനത്തെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചിന്താധാരകളെയെല്ലാം അതിജീവിച്ചത് ദൈവവചനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ്. ദൈവവചനം ആവർത്തിച്ചു പറഞ്ഞ് ഈ പ്രലോഭനത്തെയെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആത്മീയ യുദ്ധ വഴികളിലൂടെ പ്രതിസന്ധി നേരിടുമ്പോൾ, ആത്മീയ യുദ്ധത്തിലൂടെ തിന്മയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചത്, വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിച്ചത്, ആത്മീയ പ്രതിസന്ധികളെ അതിജീവിച്ചത്, വിശുദ്ധിക്ക് ഏതെങ്കിലും വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ചത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആത്മീയ യുദ്ധഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ വിശുദ്ധരുടെ മാതൃകകൾ നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കുമ്പസാരക്കാരൻ പറയുന്നതിന് നീ കീഴ്വഴങ്ങേണ്ട, അല്ലെങ്കിൽ അതനുസരിക്കേണ്ട, ആത്മീയ പിതാവിൻ്റെ നീ സ്വരം കേൾക്കണ്ട എന്ന് സാത്താൻ വന്ന് പറയുമ്പോൾ അതിനെ അതിജീവിച്ച് എന്നിട്ട് സ്വർണം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. സ്വർണം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു, നീ അത് മേടിച്ചിട്ട് ധരിച്ച് നീ നടക്കണം, അതുപോലെ തന്നെ നീ ആത്മീയ പിതാവിൻ്റെ വിധേയത്വമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒരിക്കൽ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ കുമ്പസാരക്കൂട്ടിൽ പോലും അച്ഛനെ പോലെ പിശാച് വന്നിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് നിൻ്റെ പാപം പറയാനായിട്ട് വരുമ്പോൾ തന്നെ പറഞ്ഞു, നീ പാപമൊന്നും പറയണ്ട, നിൻ്റെ പാപം എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ പൊക്കോളാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മറിയം ത്രേസ്യയ്ക്ക് സംശയമായി, പാപം കേൾക്കാതെ പാപമോചനം തരുന്നുണ്ടോ എങ്കിൽ അത് ആത്മീയ പിതാവല്ല, അത് പിശാചാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ മറിയം ത്രേസ്യ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആത്മീയ പിതാവ് അവിടെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പിശാച് വിട്ടുപോകാൻ, ആത്മീയ പിതാവിൻ്റെ രൂപത്തിൽ പിശാച് വന്ന് അവളെ കബളിപ്പിക്കാൻ നോക്കിയപ്പോൾ അതിനെ അതിജീവിക്കാൻ ആത്മീയ പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു മാർഗമെന്ന് പറയുന്നത് കുരിശടയാളം വരയ്ക്കാൻ പറയുകയാണ്. നീ കുരിശടയാളം വരച്ച് പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ മതി, അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിനക്ക് പറ്റും എന്ന് പറയുകയാണ്. അപ്പോൾ പിശാചിൻ്റെ പീഡകളെ കുരിശടയാളം വരച്ചുകൊണ്ട് മറിയം ത്രേസ്യ ഓടിച്ചു എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഈ ആത്മീയമായ യുദ്ധങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നമ്മുടെ ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയെല്ലാം തകർക്കാൻ പല പൈശാചിക തിന്മകളും തിന്മയുടെ ഉപദ്രവങ്ങളും ആക്രമണങ്ങളുമെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ വിശുദ്ധർ ഉപയോഗിച്ച ആത്മീയമായ യുദ്ധ മേഖലകൾ അല്ലെങ്കിൽ ആ യുദ്ധ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മെ സഹായിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധരുടെ ജീവിതത്തിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർ ഈ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചത് യേശുവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:2 പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല. അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം സ്വന്തമാക്കിയ ഒരു ജീവിതം, ദൈവം കൂടെയുള്ള ഒരു ജീവിതം, ദൈവം നയിക്കുന്ന ഒരു ജീവിതം, ഇത് തിരിച്ചറിയുന്ന, ഈശോ നയിക്കുന്ന ഒരു ജീവിതം, ഈശോ കൂടെയുണ്ട് എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അവൻ പാപം ചെയ്യാതെ ജീവിക്കാൻ അവന് ഈശോ ആവശ്യമായ ശക്തി തരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട. സ്വർഗം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. നരകം കിട്ടുമെന്ന പേടിയിൽ ഞാൻ പാപം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നരകത്തിൻ്റെ അടിത്തട്ടിൽ പൊക്കോട്ടെ. നരകം കിട്ടും, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ പൊക്കോട്ടെ. എന്നിട്ട് ആ വിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ നീ എന്നെ പരിഗണിക്കണം. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതെ ഇരിക്കുന്നത് എങ്കിൽ നീ എന്നെ പരിഗണിക്കണം. അപ്പോൾ ആത്മീയ യുദ്ധഭൂമിയിൽ വിജയിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് യേശുവിനോടുള്ള അടുപ്പമാണ്. യേശു എന്നെ സ്വന്തമാക്കി എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 12-13 തിരുലിഖിതങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരനെ, ഞാൻ തന്നെ ഇനിയും അത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് മുമ്പിലുള്ളവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പായുന്നു എന്ന് വിശുദ്ധൻ പറയുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ആത്മീയ യുദ്ധഭൂമിയിൽ നിന്നും അവനെ രക്ഷിക്കണമെങ്കിൽ, ആ യുദ്ധഭൂമിയിൽ വിജയിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശു എന്നെ സ്വന്തമാക്കി എന്ന തിരിച്ചറിവ്. ഈ ഒരു തിരിച്ചറിവ് ആർക്കെല്ലാം എന്ന് നഷ്ടപ്പെടുന്നുവോ ആ വ്യക്തി പാപത്തിൻ്റെ അടിമത്തങ്ങളിലേക്ക് പോകും. ആ വ്യക്തിയുടെ ജീവിതം യേശു പടിയിറങ്ങിയ ജീവിതമായിരിക്കും. അഭിലാഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തലപൊക്കുന്ന ഒരു ജീവിതമായി അവൻ്റെ ജീവിതം മാറുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആത്മീയ യുദ്ധഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അതിനെ അതിജീവിക്കണമെങ്കിൽ, വിജയം വരിക്കണമെങ്കിൽ യേശുവിനോടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം, യേശു എന്നെ സ്വന്തമാക്കി, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ രക്ഷകനാണ് എന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ വിജയിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നന്മയും തിന്മയും, സാത്താനും അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് മുമ്പോട്ട് പോകാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് യേശുവിനോടുള്ള സ്നേഹമായിരിക്കണമെന്ന് ഇന്ന് ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുക. യേശുവിനോട് സ്നേഹമുള്ളവൻ അവൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കും. അവനെ പുകവലിക്കാൻ വിളിച്ചാൽ, ലഹരി വസ്തുക്കൾക്ക് വിളിച്ചാൽ, തെറ്റായ വഴിവിട്ട ജീവിതങ്ങൾക്ക് വിളിച്ചാൽ, അശുദ്ധ ജീവിതത്തിലേക്ക് ആനയിച്ചാൽ അതിനെ അതിജീവിക്കാൻ യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം, ആ ബന്ധം അവനെ അതിൽ നിന്നുമെല്ലാം രക്ഷിക്കും. തിന്മയിൽ നിന്ന് രക്ഷിക്കും, അശുദ്ധിയിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. 1 കൊരിന്തോസ് 10:12 പറയുന്നതാ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ സ്വർഗരാജ്യം ബലം ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ബലമുള്ളവർക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മീയ ഈ യുദ്ധഭൂമിയിൽ നന്മയ്ക്ക് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഇന്ന് ദൈവം വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ടുള്ള വലിയ ഒരു കൃപ നമ്മുടെ ജീവിതങ്ങളിൽ വർഷിക്കപ്പെടുവാൻ നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ആത്മീയ ജീവിത വഴികളിൽ നമ്മെ ശക്തിപ്പെടുത്താൻ, പിശാചിനോടുള്ള പോരാട്ടത്തിൽ തിന്മയ്ക്കെതിരെ ചെറുത്തു നിൽക്കാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്താൻ, ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. രക്ഷകനായ യേശുവെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ വഴിവിട്ട ഏതെങ്കിലും പ്രത്യേകമായ തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊടികൊത്തി വാഴുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മ ശക്തിയോട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്നേഹന്മാരിൽ നിറഞ്ഞപോ ശക്തിയെ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവത്തിന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായി മാറിയ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും ഒന്നു ചേർന്ന് ഞങ്ങളും ദൈവത്തിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹാവതീർണനാകുവാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായി മാറിയ യോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യമലന്നേക്കുവാമീൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയ് മരിച്ച നീതിമാന്മാരുടെയും അവിടം ചൂടിയ രക്തസാക്ഷിയുടെയും സ്മരണ
വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ രാജാവ് നമ്മുടെ കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മൗത്തത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കൊട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും പിരിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈലികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപലേഖമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യമായി ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെയും ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമീൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സുഹൃത്തുമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. അങ്ങേരെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവമേ, ബലിഹീനനെ ദയാപൂർവ്വം സഹായിക്കുന്നു. സജീവവിശുദ്ധമായി ബലിതിരുസ്വകാന്യത്താലും അനുഗ്രഹത്താലും എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും അങ്ങത്താൻ ശരി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ